കഴിഞ്ഞ് ചെല്ലുമ്പോ തരാന്നാണല്ലോ പറഞ്ഞത്. എന്നാലേ അതങ്ങനെ വെറുതെ തരുമെന്ന് എനിക്ക് തോന്നണില്ല. ഉണ്ടോ? ആ രാജ്യം തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? വെറുതെ തരാൻ സാധ്യതയില്ല. ദുര്യോധനാദികള് അങ്ങനെയൊന്നും തരില്ല. നല്ല യുദ്ധം വേണ്ടി വരും. യുദ്ധം. എന്താ, ഈ രാജ്യം ഒരാൾക്ക് സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കൊടുക്കുന്ന ഏർപ്പാടൊന്നുമില്ല. തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്യണമെങ്കിലോ നല്ല ശക്തമായിട്ടുള്ള പടയാളികൾ ഉണ്ടാവണം, ആയുധങ്ങൾ ഉണ്ടാവണം. ആയുധങ്ങൾ വല്ലതും ഉണ്ടോ കയ്യില്? കയ്യിലുള്ള ആയുധം പൊക്കി പിടിച്ചുകൊണ്ടിരിക്കണം. ആകെ ഈ ആയുധം മാത്രമേ ഉള്ളൂ. വേറെ ആയുധം വല്ലതും ഉണ്ടോ? വേറെയുള്ള ആയുധമൊന്നും അത്ര വലിയ ഗുണമുള്ളതല്ല. ഇതൊക്കെ ഉണ്ട്, അത്ര പോരാ. എന്നാ അത് പോരാ, നല്ല ശക്തമായിട്ടുള്ള ഉണ്ടോ? ആയുധം വല്ലതും ഉണ്ടോ കയ്യില്? ഉണ്ടായിട്ടും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ലേ ഇനി. അല്ലാണ്ട് കാലാവധിയൊക്കെ കഴിയാറായി. ആയുധമൊക്കെ കയ്യിൽ വെച്ചിട്ട് തന്നെ കാര്യമുള്ളത്. ഇങ്ങനെ ആയുധം മാത്രം ആയുധം കൊണ്ടുവരാൻ പറ്റിയ ആൾ വരുന്നുണ്ട്. ആരാണ് അതിനെ പറ്റിയ ആളോ എന്ന് ഇങ്ങനെ ചിന്തിച്ച സമയത്തെങ്കിൽ ധർമ്മപുത്രക്ക് തോന്നി എന്തായാലും ഞാൻ പോയാൽ ശരിയാവില്ല, ഭീമസേനെ വിട്ടാലും ശരിയാവില്ല. എന്നാൽ പറ്റിയ ആളെന്താരാ? മധ്യമ പാണ്ഡവനായിരിക്കുന്ന ദ്രോണാചാര്യ ശിഷ്യനായിരിക്കുന്ന അർജുനനെ പറഞ്ഞു വിടാന്ന് നിശ്ചയിച്ചു. അർജുനൻ തപസ് ചെയ്താൽ ഫലപ്രാപ്തി ഉണ്ടാവാണ്ടിരിക്കില്ല. അതീവ ഭക്തനായിട്ടുള്ള അർജുനനെ തപസ് ചെയ്യാനായിട്ട് കൈലാസ ശൈലത്തിനടുത്തേക്ക് പറഞ്ഞുവിടുണ്ടായി. അങ്ങനെ ആ മഹർഷിയുടെ തൻ്റെ ഗുരുവായിട്ടുള്ള വേദവ്യാസന്റെ വാക്കുകളൊക്കെ കേട്ടിട്ട്, പഞ്ചപാണ്ഡവന്മാരുടെ ഗുരുവാണല്ലോ ബുദ്ധച്ചനാണ് ശരിക്കും വേദവ്യാസൻ. അപ്പോ വേദവ്യാസന്റെ വാക്കുകൾ കേട്ടിട്ട് ആ പഞ്ചപാണ്ഡവന്മാരിൽ മധ്യമനായിട്ടുള്ള അർജുനൻ പാശുപതാസ്ത്രം ലഭ്യമായിക്കൊണ്ട് ശ്രീ പരമേശ്വരനെ തപസ് ചെയ്യാനായിക്കൊണ്ട് കൈലാസ ശൈലത്തിന് സമീപത്തെങ്കിലേക്ക് ഇങ്ങോട്ട് പുറപ്പെടായി. കൈലാസത്തിലേക്ക് പുറപ്പെട്ടത് ഒറ്റയ്ക്കാണ് പുറപ്പെട്ടത്. ഒറ്റയ്ക്ക് കൈലാസ ശൈലത്തിന് സമീപത്തെങ്കിലുള്ള കാട്ടില് പഞ്ചാഗ്നി മധ്യസ്ഥനായിട്ടുള്ള തപസ് അങ്ങനെ ആരംഭിച്ചു. എങ്ങനെയാ പഞ്ചാഗ്നി മധ്യസ്ഥനായിട്ടുള്ള തപസ് ആരംഭിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ആദ്യം അവിടെ ചെന്ന് ഗംഭീരായിട്ടുള്ള തപസ് അങ്ങോട്ട് തുടങ്ങി. ഇവിടെ എവിടെ പോവാ? ഇങ്ങനെ ഇരുന്നാണോ തപസ് ചെയ്യണത്? ഇങ്ങനെ ഇരുന്ന് തപസ് കേട്ടോ, ഇങ്ങനെയാണോ? ഇങ്ങനെ ഇരുന്ന് തപസ് ചെയ്യണത്? ഇരുന്ന് തപസ് ചെയ്താൽ ശരിയാവില്ല. എഴുന്നേറ്റവിടെ നിന്നോട് പറഞ്ഞ എഴുന്നേറ്റ് നിന്ന് തപസ് പറയാം. കുറെ നാൾ ഇരുന്ന് തപസ് ചെയ്തു, ഭംഗിയാവണില്ല. നിന്ന് തപസ്സായി. നിന്ന് തപസ് ചെയ്തിട്ട് ഭഗവാനെ കാണാനില്ല എന്നോ? എന്താ ഭഗവാൻ വരാത്തത്? തപസ്സിന്റെ ശക്തി അങ്ങോട്ട് പോരാഞ്ഞിട്ടാ അല്ലേ? എന്നാ ഭക്ഷണം കഴിച്ചോ? പാടില്ല, ഇനി കഴിക്കരുത് കേട്ടോ. ഭക്ഷണം കഴിക്കാണ്ട് വേണം തപസ് ചെയ്യാൻ. ഇനി ഒന്നും കഴിക്കരുത് കേട്ടില്ലേ? അങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടുള്ള തപസ്. ഭക്ഷണം കഴിക്കാണ്ടുള്ള തപസ് നടന്നിട്ട് ഓരോന്നും ക്ഷീണിച്ച് പോകണോ? കഴിക്കില്ലാതൊന്നും കാര്യമായിട്ട് കഴിക്കില്ലാന്ന് തോന്നുന്നപ്പോൾ എല്ലും തോലും ആയി. കഴിക്കാതെ വന്നിട്ട് തപസ് ചെയ്തിട്ടും ഭഗവാൻ പ്രത്യക്ഷപ്പെടില്ല. അതെ, ഈ കാര്യങ്ങളൊന്നും ശരിയാവില്ല. അങ്ങനെയൊന്നും ആയാൽ പറ്റില്ല. വെള്ളം കൂടി ഉണ്ടോ? കണ്ടറിയാൻ നന്നായിട്ട് കുടിക്കണ ആളാ. എങ്ങനെയാ വെറുതെ എല്ലാം അവിടെ ഇരിക്കണം? അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് പോലും ഇരിക്കാൻ പറ്റില്ലേ? കുടി നിർത്തണം. എന്നാ ഇനി കുറച്ച് കാലം കൂടി മുന്നോട്ട് പോവാ, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാ നിർത്തണം. അല്ല, വെള്ളം കുടിക്കാതെ ജലപാനമില്ലാണ്ട് തപസ് ചെയ്യണം. എന്നാ ഇനി അങ്ങനെ ആവാ. ജലപാനം ഉപേക്ഷിച്ചിട്ടുള്ള തപസ്സായി, എന്നിട്ടും ഭഗവാൻ പ്രത്യക്ഷപ്പെടില്ല. അങ്ങനെ വന്ന സമയത്തെങ്കിൽ എന്തായത്? പഞ്ചാഗ്നി മധ്യസ്ഥനായിട്ടുള്ള തപസ് ആരംഭിച്ചുകൊണ്ടാ. പഞ്ചാഗ്നി മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ചുറ്റിനും അഗ്നിയാണ്, 4 വശങ്ങളിലും അഗ്നി. മുകളില് സൂര്യന്റെ ചൂടിങ്ങനെ പഞ്ചാഗ്നിയുടെ മധ്യത്തിൽ നിന്ന് തപസ് ആരംഭിച്ചു. ആ തപസ് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോ അതിശക്തായി തപശക്തി അങ്ങോട്ട് വർദ്ധിച്ചു തുടങ്ങി. അർജുനന്റെ തപശക്തി വർദ്ധിക്കുക ഹേതുവായിട്ട് ചിലതൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. കണ്ട, ദേവലോകത്ത് നിന്ന് ഇറങ്ങി വരണതാ. ആരാത്? അപ്സരസുകൾ. അതെന്താ മൂക്കും മുഖമൊക്കെ മൂടിക്കെട്ടി നടക്കണത്? പുകയടിക്കാണ്ട് ഇങ്ങനെ മൂടിക്കെട്ടി നടക്കുക. അർജുനൻ തപസ് തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പുക ഉയർന്നിട്ട് ആ ദേവലോകം മുഴുവൻ ആ പുക അങ്ങോട്ട് വ്യാപിച്ചു.
അങ്ങനെ മഹർഷിമാർക്ക് ദേവന്മാർക്കൊന്നും സ്വസ്ഥത ഇല്ലാണ്ടായി. അർജുനന്റെ തപശക്തി അങ്ങനെ കൂടിക്കൂടി വരിക. തപസ് ചെയ്ത് ശക്തി കൂടിക്കൂടി വന്ന് എന്താ അവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇപ്പൊ എന്താ പറഞ്ഞത്? അതിനെ ഇത്തിരി നീട്ടി എടുത്തില്ല.